വെൽക്കം ടു ജസ്റ്റ് ഫുഡ് ബുക്ക്. ഇന്ന് നമുക്ക് ഇഡ്ഡലി ചെമ്പിയിൽ മന്തി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫുൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. 1 കിലോത്തിൻ്റെ ചിക്കനാണ് എടുത്തേക്കുന്നത്. തൊലിയോട് കൂടിയിട്ടുള്ള ചിക്കൻ എടുത്തേക്കുന്നത്. തൊലിയോടുകൂടി ഉണ്ടാക്കുന്നത് തന്നെയാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. ബട്ടറിന് പകരം ഓയിൽ വേണമെങ്കിൽ ഓയിൽ എടുക്കാം കേട്ടോ. ബട്ടറാണ് കൂടുതൽ ടേസ്റ്റ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. ഇനി ഈ സമയത്ത് കളർ വേണമെന്നുണ്ടെങ്കിൽ കളർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് ചിക്കനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ ചിക്കൻ മസാല വെച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഈ കത്തി കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് ചിക്കനിൽ കുത്തി കൊടുക്കുക. അങ്ങനെ കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കനിലേക്ക് ചൂടെത്തുമ്പോഴേക്കും ചിക്കനിലത്തെ വെള്ളം നന്നായിട്ട് ചോറിലേക്ക് ഇറങ്ങിക്കോളും. അതുപോലെ തന്നെ പെട്ടെന്ന് ചിക്കൻ വേവുകയും ചെയ്യും. അപ്പോൾ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം നമുക്ക്. അപ്പോൾ ഇത് മസാല പറ്റിയിട്ട് എത്ര നേരം വെക്കണം എന്നുള്ളത് പറയണില്ല കേട്ടോ. കാരണം ചോറിൻ്റെ ഒപ്പം തന്നെ ഇഡ്ഡലിച്ചെമ്പിൻ്റെ തട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഈ ചിക്കൻ വേവിച്ചെടുക്കുന്നത്. ഞാനിവിടെ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തേക്കുന്നത് സെല്ലാ റൈസാണ്. സെല്ലാ റൈസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ സെല്ലാ റൈസ് എടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ബസ്മതി റൈസ് എടുക്കുക. ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം 15 മിനിറ്റ് ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതിന് ശേഷം വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് അരി ഒന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് നേരത്തെ കഴുകി ഒരു 15 മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്ന അരി വെള്ളമൊക്കെ വാറ്റി വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ അരി ഒന്ന് നന്നായിട്ടൊന്ന് വിട്ട് വരുന്നവരൊന്ന് വറുത്തെടുക്കാം. മന്തിണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇഡ്ഡലി ചെമ്പ് എടുത്തിട്ടുണ്ട്. പാത്രം ചൂടായതിന് ശേഷം ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 10 കുരുമുളക്, 2 നുള്ള് ജീരകം, ഇതിലേക്ക് 2 കഷ്ണം കറുകല, 2 കഷ്ണം കറുകപ്പട്ട, 2 ഏലക്ക ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഒരു സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്കൊരു 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 3 കപ്പിന് കറക്റ്റ് 5 കപ്പ് വെള്ളമാണ് എടുത്തേക്കണം. നമ്മൾ സാധാരണയായിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ ബസ്മതി റൈസാണ് എടുക്കണമെങ്കിൽ 1 കപ്പിന് കറക്റ്റ് 2 കപ്പ് എന്നുള്ള അളവിലാണ് വെള്ളം എടുക്കുക. ഇവിടെ വെള്ളത്തിൻ്റെ അളവ്
ഞാനിവിടെ 3 കപ്പാണ് എടുത്തേക്കുന്നത്. 3 കപ്പിന് ശരിക്കും വേണ്ടത് 6 കപ്പ് വെള്ളമാണ്. പക്ഷെ ഞാൻ എടുത്തേക്കുന്നത് 5 കപ്പ് വെള്ളമാണ് എടുത്തേക്കുന്നത്. അതായത് നമ്മൾ ചിക്കൻ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ആ ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം ഇതിലേക്ക് ഇറങ്ങും. 1 കപ്പ് വെള്ളമെങ്കിലും ചിക്കനിൽ നിന്ന് ഇറങ്ങും. അപ്പോൾ അതിൻ്റെ ആ ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളത്തിൻ്റെ കണക്ക് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു 5 കപ്പ്, അതായത് 3 കപ്പിന് കറക്റ്റ് 5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇതിലേക്കൊരു ഉണക്കനാരങ്ങ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ 1 പാക്കറ്റ് മാഗിയുടെ ചിക്കൻ സ്റ്റോക്ക് എടുക്കുന്നുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ഇഡ്ഡലിച്ചെമ്പിൻ്റെ തട്ട് വെച്ച് കൊടുക്കുക. അതിലേക്ക് നമുക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം. ഇഡ്ഡലിച്ചെമ്പിൻ്റെ തട്ട് വെക്കാതെ കുറച്ചധികം ഇഡ്ഡലിച്ചെമ്പിൽ ഇതുപോലെ മന്തി ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഇതിൽ ചെറിയ ചെറിയ ഹോൾസെയിൽ ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ചിക്കൻ വെച്ച് കൊടുക്കുക. 2 ലെയറായിട്ട് ഫോയിൽ പേപ്പർ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ മുകളിൽ ചിക്കൻ വെച്ച് ഇതിൻ്റെ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ചിക്കനിലത്തെ ഈ നമ്മൾ ഈ ചോറ് വേവുന്ന ആവി ചിക്കനിലേക്ക് തട്ടി ആ ചിക്കനിലെ വെള്ളമൊക്കെ ചോറിലേക്ക് ഇറങ്ങും. ഇതേപോലെയും ചെയ്യാം. ഇത് നമുക്ക് ഇഡ്ഡലിച്ചെമ്പിൻ്റെ മൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചേക്കുന്നത്. ഇതൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിയുമ്പോൾ അടിയിലത്തെ നമ്മൾ ചോറ് നന്നായിട്ട് തിളക്കുമ്പോൾ ഇതിലൂടെ ആവി വരാൻ തുടങ്ങും. ഇതുപോലെ ഇഡ്ഡലിച്ചെമ്പിൽ നിന്ന് നന്നായിട്ട് ആവി വന്നതിന് ശേഷം ഏറ്റവും കുറഞ്ഞ തീയിലിടാം. അതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തീ ഒട്ടും കൂട്ടിയിടരുത്, അടി പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കത്തി കൊണ്ടൊന്ന് നമുക്കിതൊന്ന് കുത്തി നോക്കാം. ചിക്കനിൽ നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് അടി പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ ഇത് നന്നായിട്ട് ആവി വന്നതിന് ശേഷം ഇതൊന്ന് നമ്മൾ ബിരിയാണിക്ക് ദമ്മിടുന്ന പോലെ ഒരു പാൻ അടിയിൽ വെച്ചിട്ട് നമുക്ക് ആ പാൻ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം ഇഡ്ഡലിച്ചെമ്പ് വെച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഒരു 5 മിനിറ്റ് വേവിച്ചെടുത്താലും മതി. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, തീ കൂട്ടിയിടരുത്. ചിക്കൻ്റെ ഈ തട്ട് ഇതിൽ നിന്ന് എടുക്കാം നമുക്ക്. ചോറ് റെഡി ആയിട്ടുണ്ട്. ഉണ്ടല്ലേ, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വേവൊക്കെ കറക്റ്റാണ് ഇതിൻ്റെ. ഇതൊന്ന് നമുക്ക് അടച്ച് വെക്കാം. നമുക്കൊരു പാൻ വെച്ചെടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ചിക്കൻ വെച്ച് കൊടുക്കുക. ചിക്കൻ ഒന്ന് 2 വശം ഒന്ന് മൊരിച്ചെടുക്കാം. ഇനി ചിക്കൻ വേവ് പോരായൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചിക്കനൊന്ന് കുറച്ച് നേരം മൂടി വെച്ചിട്ട് ഇതിൽ തന്നെ വെച്ചിട്ട് വേവിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. കണ്ടില്ലേ, മന്തി റൈസ് ഇതുപോലെ കിട്ടണം കേട്ടോ നമുക്ക് റൈസ്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് പ്രത്യേകം ശ്രദ്ധിക്കുക. 3 കപ്പിന് ഞാനിവിടെ എടുത്തേക്കുന്നത് കറക്റ്റ് 5 കപ്പ് വെള്ളമാണ്. ബാക്കി നമുക്ക് ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം മതിയാവും ഈ ചോറ് വെന്ത് കിട്ടാനായിട്ട്, ഈ ഒരു പരിവായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ
ഞാനിതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ ചോറിൽ കുറച്ച് മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ ചോറിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ചോറിലേക്ക് ഇട്ട് കൊടുക്കുക. കളർ വേണമെന്നുണ്ടെങ്കിൽ കളർ ഉപയോഗിക്കാട്ടെ നിങ്ങൾക്ക്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഇതിലത്തെ ഓയിൽ കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നിർബന്ധമില്ല കേട്ടോ. ഇതേപോലത്തെ ഒരു ചാർക്കോളിൻ്റെ കഷ്ണം എടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ചൂടാക്കി ഇതൊന്ന് കനലാക്കുക. അതിന് ശേഷം ഇത് നമ്മൾ ആ ചോറിലോട്ട് വെച്ച് കൊടുക്കുക. ചോറിൽ ഒരു ചെറിയൊരു പാത്രത്തിലാക്കിയിട്ട് വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചിരട്ട കത്തിച്ചിട്ട് അതൊന്ന് കനലാക്കിയതിന് ശേഷം അത് വെച്ച് കൊടുത്താലും മതി. ഇനി നമുക്ക് ഇതിലേക്കൊരു പാത്രം വെച്ച് കൊടുക്കുക. പാത്രമോ ഫോയിൽ പേപ്പറോ എന്താണെന്ന് വെച്ചാൽ വെച്ച് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ചാർക്കോൾ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരൽപ്പം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ട് മൂടി വെച്ച് കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ വെക്കാം കേട്ടോ. ഇതെന്തായാലും ചെയ്യണം കേട്ടോ, എങ്കിലേ നമുക്ക് മന്തിയുടെ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇള്ളിച്ചെമ്മീൻ്റെ മൂടിക്ക് അത്യാവശ്യം ഉറപ്പുള്ളത് കൊണ്ട് നമ്മൾ ആ ചോറ് വേവുന്നതിൻ്റെ ഒപ്പം തന്നെ ആ ആവിലിരുന്നിട്ട് ചിക്കനും വെന്ത് കിട്ടും കേട്ടോ. പിന്നെ ഇപ്പോൾ സ്റ്റീലിൻ്റെ ഇള്ളിച്ചെമ്പാണെങ്കിൽ നല്ല മുറുക്കുണ്ടാവും ഈ മൂടിക്ക്. അത്രയും അലുമിനിയത്തിൻ്റെ അത്രയും മുറുക്കുണ്ടാവില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു ഇള്ളിച്ചെമ്മിനൊക്കെ നല്ല മുറുക്കുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചോറ് വേവുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ ചിക്കനും വെന്ത് കിട്ടുന്നുണ്ട്. നമുക്ക് ഇള്ളിച്ചെമ്പ് തുറന്ന് നോക്കാം. ചാർക്കോൾ വെച്ചിട്ട് ഒരു 3 മിനിറ്റൊക്കെ വെച്ചാൽ മതിയാവും കേട്ടോ. അതിന് ശേഷം നമുക്ക് തുറക്കാം. അപ്പോൾ നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട്. ഇത് ഒറിജിനൽ റെസിപ്പിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. കാരണം ഒറിജിനൽ റെസിപ്പി എന്ന് പറയുമ്പോൾ മന്തി കുഴിയിലേക്ക് വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമുക്കൊരു മന്തിയൊക്കെ തിന്നാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മൾ ഇതേപോലെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞ വെള്ളത്തിൻ്റെ അളവ് ശ്രദ്ധിക്കണം, പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത് ഇഡ്ലിച്ചെമ്പ് ആയതുകൊണ്ട് അടി പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഇഡ്ലിച്ചെമ്പിൻ്റെ അടിക്ക് അധികം കനമൊന്നുമില്ലാത്തതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 2 മിനിറ്റിന് ശേഷം നന്നായിട്ട് തീ കുറച്ച് വെച്ചിട്ട് തന്നെ ഇത് വേവിച്ചെടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ അടി പിടിക്കുന്ന നമുക്ക് ഡൗട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ നമ്മൾ ബിരിയാണിക്ക് ദം ചെയ്യുന്ന പോലെ തന്നെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൽ അതിൻ്റെ മുകളിലായിട്ട് ഈ ഇഡ്ലിച്ചെമ്പ് വെച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഈ വറുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഒട്ടും തന്നെ കുഴയാണ്ട് ചോറ് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് വരുന്നവരെ ഓക്കെ, ബൈ, സീ യു.